8-ാം ദിവസത്തിന്റെ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരോ? എന്നാ 8-ാം ദിവസം? അത് തന്നെ ഞാൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അത് റെസറക്ഷൻ 8-ാം ദിവസമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ സൃഷ്ടി 6-ാം ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം വിശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് 8th ഡേ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ളൊരു എവിടെയാ അജിത് സവാറിന് ഇത്? ഞാൻ വായിച്ചതായിരുന്നു അറിയോ, മറ്റേ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി എന്നൊരു ബുക്ക് ഉണ്ടല്ലോ, ബെനഡിക്ട് 16th ആ ബുക്കിലുണ്ട്, ജോൺ ബെറിന്റെ ബുക്കിലുണ്ട്. പക്ഷെ എനിക്ക് വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല. അത് ശരി. അത് സൃഷ്ടിയും റെസറക്ഷനൊക്കെ ആയിട്ട് കണക്റ്റഡ് ആക്കിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അറിയില്ല. വായിച്ചിട്ട് മനസ്സിലായ വായിച്ചത് ഇംഗ്ലീഷ് മനസ്സിലായി, പക്ഷെ അർത്ഥം മനസ്സിലായില്ല. അത് ഈ 8-ാം ദിവസം എന്ന് പറയുമ്പോ 6-ാം ദിവസമാണ് ആദാമിനെ സൃഷ്ടിക്കുന്നത്, 8-ാം ദിവസമാണ് ഹവ്വായെ സൃഷ്ടിക്കുന്നത്. അത് അതിന്റെ മിസ്റ്ററി. അപ്പൊ അത് റെസറക്ഷൻ ആയിട്ട് എങ്ങനെ കണക്റ്റഡ് ആവുന്നത്? അതായത് ഈ കർത്താവ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള് ഉയർത്തെഴുന്നേൽക്കുന്നു. 1-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അന്ന് വൈകിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അന്ന് അവർക്ക് പൗരോഹിത്യം കൊടുക്കുന്നു. പക്ഷെ അന്നേരം തോമാശ്ലീഹ ഇല്ല അവിടെ. എന്നാ പിന്നെ 8-ാം ദിവസം, അടുത്ത ഞായറാഴ്ച 8-ാം നാൾ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് തോമാശ്ലീഹയും കൂടെ ഉള്ളത്. ആ പൂർത്തീകരിക്കുന്ന അവിടെയാ, ആ 8-ാം ദിവസം. അപ്പൊ ഇത് ഫസ്റ്റ് അപ്പിയറൻസ് ആണ് 1-ാം ദിവസം, സെക്കൻഡ് അപ്പിയറൻസ് 8-ാം ദിവസം. അതുകൊണ്ട് കർത്താവിന്റെ അടുത്ത പ്രത്യക്ഷതയെ സഭ 8-ാം ദിവസം എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 7 യാമപ്രാർത്ഥനയുള്ള 8-ാം യാമപ്രാർത്ഥന ഒരിക്കലും ചൊല്ലത്തില്ല. 3 മണിക്കൂറാണ് ഒരു യാമം. അപ്പൊ ഒരു ദിവസത്തെ 24 മണിക്കൂർ. അപ്പൊ 8 യാമം വേണം. 8 യാമം ഉണ്ടെങ്കിൽ നമുക്ക് 7 യാമപ്രാർത്ഥനയേ ഉള്ളൂ. സുറിയാനി സഭയ്ക്ക് 8 നിറമുണ്ട്, 8 ഈണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് 7 കാലങ്ങളേ ഉള്ളൂ. ഒരു കാലം എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ 8 കാലം വരണം, പക്ഷെ 7 കാലേ ഉള്ളൂ. ഈ 8-ാം കാലം നമ്മൾ ഒരിക്കലും ഒബ്സർവ് ചെയ്യത്തില്ല, അത് സ്കിപ്പ് ചെയ്യും. 8-ാം യാമവും ഒരിക്കലും പ്രാർത്ഥന ചൊല്ലത്തില്ല. ഈ 8-ാം യാമം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്. അത് എപ്പോഴും നമ്മളെ ചൂഴ്ന്ന് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ 8-ാം യാമത്തിന്റെ ആ ഒരു ഷെയ്ഡിലാണ് നമ്മൾ 7 യാമത്തിന്റെ പ്രാർത്ഥന ചൊല്ലുന്നത്. 8-ാം കാലം നിത്യതയാണ്. അപ്പൊ ആ 8-ാം കാലത്തിന്റെ ഷെയ്ഡിലാണ് 7 കാലങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അത് പെന്തക്കോസ്തി കാലമാണെങ്കിലും തേജസ്കരണ കാലമാണെങ്കിലും അത് ഏതൊരു കാലഘട്ടമാണെങ്കിലും ഇപ്പൊ 7 കാലമല്ലേ. നമ്മുടെ കലണ്ടർ, സുറിയാനി സഭയുടെ കലണ്ടറിനെ പറ്റി ചെയ്തിട്ടുള്ള ഒരു ലൈവ് ഉണ്ട്. അത് നോക്കിയാൽ അതിനകത്ത് 8-ാം കാലം ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു പോയിന്റ്. താങ്ക് യു വെരി മച്ച്. ഇനിയിപ്പോ ഈ ഐഡിയ വെച്ചിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പ്ലനേഷൻ. ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഇനി ഒന്നുകൂടി വായിച്ചേക്കുമ്പോൾ ഒന്നുകൂടി തല കയറുന്നു വിചാരിക്കും.